ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പാർലേജി ബിസ്ക്കറ്റ് കൊണ്ട് വീട്ടിലൊരു ഐറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അന്നേരം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുമ്പത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അന്നേരം ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 2 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റാണ്. അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ബിസ്ക്കറ്റ് പൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ട ഈ പൗഡർ പരുവത്തിന് കിട്ടണം. എന്നാണ്ട് ഈ പരുവത്തിന് കണ്ട നല്ല പൗഡർ പരുവം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി നെയ്യ് എടുത്ത് പാത്രത്തിൽ തൂത്ത് കൊടുക്കണം. നെയ്യില്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ, വെളിച്ചെണ്ണയോ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും തൂത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇച്ചിരി അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ആ പൊളപ്പ് വശം വെച്ച് കൊടുക്കുക, ഉണ്ടെങ്കിൽ മാത്രം. 6 ടീസ്പൂൺ കോൺഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവോ മൈദ മാവിലോ ചെയ്യാം. ഒരു കാരണവശാലും അരിപ്പൊടി എടുക്കല്. ഈ 2-3 മാവിലും ചെയ്യാം. അതെടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ, ടീ ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് നല്ലോണം കലക്കിയെടുക്കുക. ഈ പരുവത്തിന് കലക്കിയെടുക്കേണ്ടതാണ്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ 1/2 ടീ ഗ്ലാസ്സിന് പഞ്ചസാര എടുത്തതിന് ശേഷം അതേ 1/2 ടീ ഗ്ലാസ്സിന് തന്നെ വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കേണ്ടതാണ്. പഞ്ചസാര ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്നതിന് ശേഷം നമ്മൾ കുറച്ച് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കുക, നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കുക നെയ്യ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായ ഉണ്ടെങ്കിൽ ഇടാം. 2 ടീസ്പൂണ് അണ്ടിപ്പരിപ്പിൻ്റെ പൊളപ്പ്, 2 ടീസ്പൂണ് മുന്തിരിങ്ങയും. ദാണ്ട് ഈ അന്നേരം ഇട്ട് കഴിഞ്ഞ് കുറേ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ദാണ്ട് മുന്തിരിങ്ങ കുറച്ചൊന്ന് വീർത്ത് വരും. അതാകുമ്പോഴത്തേക്ക് പരുവായി. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ കോൺഫ്ലവർ കലക്കിയതിന് ശേഷം എടുത്തൊഴിക്കേണ്ടതാണ്. അതേപോലെ എടുത്തൊഴിക്കരുത്. കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന ഒന്നും നല്ലോണം കലക്കിയതിന് ശേഷം എടുത്തൊഴിക്കേണ്ടതാണ്. ഒഴിച്ചിട്ട് നമ്മൾ ഈ ചട്ടിക്കകത്ത് ഒഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ പാർലേജി, അത് ഇതിനകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഈ പരുവാവും. നിങ്ങൾക്കിത് സമയം തോനെയായിട്ട് എടുക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അധികം സമയമൊന്നും വേണ്ട. ഒരു വെറൈറ്റി ഐറ്റം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അതിനുശേഷം 1 സ്പൂണ് നെയ്യൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് തോന്നും, പക്ഷെ അത്രയും സമയമൊന്നും വേണ്ട. പിന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ പാത്രത്തിലോട്ട് മാറ്റേണ്ട സമയമായി. നമ്മൾ നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം എന്തെങ്കിലും സ്പൂൺ വെച്ചോ എന്തെങ്കിലും സാധനം വെച്ചൊന്ന് ലെവലാക്കി ഇതേപോലെ എടുക്കേണ്ടതാണ്. ചൂടാറിയതിന് ശേഷം ഇതേപോലെ സൈഡിൽ എന്തെങ്കിലും പിച്ചാത്തി എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് വരിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ച് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇളകി വരും. അന്നേരം അടിപൊളി വെറൈറ്റി ഒരു ഐറ്റമാണ്. കണ്ടല്ലോ, കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം എന്താണ്ട നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു വെറൈറ്റി ഐറ്റമാണ്. വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റമാണ്. അന്നേരം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. നമസ്കാരം.